സ്വവർഗരതി കേന്ദ്ര നിലപാട് മാറ്റി. ഇങ്ങനെ വേണം. ഇങ്ങനെ ദിവസം അവരെന്നേക്കുന്നുണ്ട്, പാലും കൊണ്ട് വന്നോളാം. നിന്റെ മുടിഞ്ഞു പോകാൻ നിന്റെ ആരാണ് ഇപ്പൊ കിട്ടിയെടുത്ത് വിളിച്ചത്? മുടിഞ്ഞു ഉറക്കുമായിരുന്നു, ഞാനെ വിളിച്ചെടുത്തിയത്. എന്തിന്? പച്ചപ്പാലും കൊണ്ട് പോകാൻ കഴുകാൻ. ഇന്ന് നിന്റെ ശമ്പളം ശരിയാക്കി തരാം കേട്ടോ. എനിക്ക് ശമ്പളം ഇല്ലേ? ഉണ്ടല്ലോ, പാലുണ്ട് നോക്കടാ, കൊണ്ടുപോടാ. ഇനി എന്തിനാ കുടുംബം പിടിക്കുവാൻ നിൽക്കുന്നത്? പൊക്കൂടെ. അച്ഛനിപ്പോ എങ്ങനെയുണ്ട് പോലെ? കുറച്ച് കൂടുതലാണ് ഉണ്ണിയേട്ടാ. ഒരു ചായ. സൈതാലി, ഒരു ചായ മീഡിയം. സ്ത്രീപീഡന കേസിലെ പ്രതി വിഗ്രഹം മോഷ്ടാവാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ ഫോട്ടോയിൽ കാണുന്ന നമ്മുടെ കീരിക്കേശൻ. അതേന്ന്, നമ്മുടെ SS നായർ ഡ്രൈവർ. തുറക്കമാക്കണ കേക്കട്ടെ. ചിറ്റൂർ പീഡന കേസിൽ 4ാം പ്രതിയായി പിടിക്കപ്പെട്ട കീരിക്കേശവൻ നിരവധി വിഗ്രഹമോഷണ കേസിലും പ്രതിയാണെന്ന് പോലീസ് പറയുന്നു. പെട്ടെന്ന് കാശുണ്ടാക്കാൻ ഇപ്പൊ വിഗ്രഹമോഷണമാണ് പറ്റിയ പണി. 2-3 വർഷം മുമ്പ് വരെ നമ്മുടെ SS നായരുടെ സന്തത സഹചാരിയും ഡ്രൈവറുമായിരുന്നു ഈ കീരി. ഇപ്പോ അയാളും കോടീശ്വരൻ, ഇവനും കോടീശ്വരൻ. ഈ കേസൊക്കെ പണം കൊടുത്ത് ഒതുക്കില്ല എന്റെ നായരെ. അത് തന്നെ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല. ദൈവങ്ങളെ അങ്ങോട്ട് മോഷിച്ച് വിൽക്കുക, എന്നിട്ട് പണക്കാരാകുക. ഇന്നത്തെ കാലത്ത് ദൈവങ്ങളും അതിൽ കൂട്ടാം. ഭഗവാനെ, എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷന് പണത്തിന് വേണ്ടി പല വാതിലുകളിലും ഞാൻ മുട്ടി. ഒരിടത്തൊന്നും സഹായം ലഭിച്ചില്ല. ഇനി എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഭഗവാനെയുള്ള എനിക്ക് ആശ്രയം. അതുകൊണ്ട് ഞാൻ അങ്ങേക്ക് എടുക്കുക. കൃഷ്ണ ഭഗവാനേ. ഹലോ, വിഗ്രഹോ? പോലീസ് സ്റ്റേഷനിലാണോ വിളിച്ചിട്ട് വിഗ്രഹം ഉണ്ടോന്ന് ചോദിക്കുന്നത്? അമ്പലത്തിലല്ലേ വിഗ്രഹം ഇരിക്കുന്നത്? വെളുപ്പം കാലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് വിഗ്രഹം ഉണ്ടോന്ന്? ഒന്ന് ഉറങ്ങാനും ഒരുത്തിനും സമ്മതിക്കില്ലെന്ന് പറഞ്ഞ ഒരു ഫോൺ നിന്ന് വിളിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ലേ? ഇയാളെന്ത് മനുഷ്യനത്? ഹലോ, ആരാ? വിഗ്രഹമോഷണം?